ഹലോ, ഈ വൈപ്പർ ഇട്ട വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? പറയാം. ആദ്യം രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു നമ്മുടെ പശുക്കളെയൊക്കെ വിളിച്ചുണർത്തി എരുത്തിലെ പരിപാടിയെല്ലാം ഷടപടയെന്ന് തീർക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചാണകമെല്ലാം വാരി ക്ലീൻ ചെയ്യുമ്പോഴേക്കും അപ്പം പശുവിനുള്ള കൈത എല്ലാം അരിഞ്ഞിട്ടു. അതിനുശേഷം താറാവിനും കോഴിക്കുമൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളെല്ലാം പടപടാന്ന് തീർക്കുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വിളിച്ചുണർത്തിയപ്പോഴേ പശുവിന് മനസ്സിലായി ഇവൻ ഇന്നിട്ടിട്ട് എവിടെയോ പോകാനുള്ള പരിപാടിയാണ്. സാധാരണഗതിയിൽ പശുവിനെ വളർത്തുന്ന ക്ഷീരകർഷകരെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അവന് പശുവുണ്ട്, അവൻ്റെ വീട്ടിൽ നിന്നേ പറ്റുള്ളൂ, 24 മണിക്കൂറും നമ്മൾ അവൈലബിൾ ആവണം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറൊന്നും പശുവിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ പശുക്കളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പശു വളർത്തൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ അങ്ങനെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമുക്കൊരു അത്യാവശ്യം വന്ന ഒരു മരണം, ഒരു കല്യാണം, അല്ലെ മറ്റൊരു കാര്യങ്ങൾ, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, സാധാരണഗതിയിൽ പശുവിനെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പശുവിൽ തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. വലിയ ഫാമുകാരെ സംബന്ധിച്ചല്ല, വലിയ ഫാമിൽ എപ്പോഴും ജോലിക്കാരുണ്ടാവും. പക്ഷേ ചെറിയ പശുക്കളെ വളർത്തുന്ന, ചെറിയ നമ്പേഴ്സ് പശുക്കളെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെപ്പോഴും ഒരു 2 പശുവോ 3 പശുവോ 4 പശുവോ ഒക്കെ ഉള്ളവർ അവരവരുടെ പശുവും അവരുടെ കാര്യങ്ങളുമായിട്ട് എപ്പോഴും ഒതുങ്ങി പോവുകയാണ് പതിവ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോവുകയും നമ്മൾ കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യും. നമ്മൾ ശകലം വൈബ് പിടിച്ചിട്ടുള്ള പരിപാടിക്ക് മാത്രമേ നിൽക്കാറുള്ളൂ. അങ്ങനെ അപ്പം അപ്പൻ്റെ നാട് എറണാകുളമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പശുവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നൈസായിട്ട് എറണാകുളം പോകാനുള്ള പരിപാടിയിലാണ്. രാവിലെ ഞാൻ ചാണകം വാരി കുളിപ്പിച്ചപ്പോഴേക്കും അപ്പൻ മെഷീനെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പന് ആദ്യം ഒരു പശുവിന് മെഷീൻ വെച്ചു. ഞാൻ ഇന്നലെ കറവ കാണിച്ച ആ പശുവിനെ ഞാൻ കൈക്ക് തന്നെ കറക്കുകയാണ്. അതിനുശേഷം അപ്പൻ രണ്ടാമത്തെ പശുവിനും മെഷീൻ വെച്ചു. ഈ 2 പശുക്കളെ നമ്മൾ മെഷീനാണ് വെക്കുന്നത്. ആ ഒരു പശുവിനെ കൈക്കും കറക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ കറവയുള്ള 3 പശുക്കളേ ഉള്ളൂ. പിന്നെ ഒരാളുള്ളത് ചനയാണ്, പിന്നെ ഒരാളെ കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പശുക്കളുള്ളത്. അപ്പം അങ്ങനെ ആ പശുവിനെയും മിഷ്യൻ വെച്ച് കറന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ ജോലിക്കാരനെ ആക്കിയിട്ട് പോകുമ്പം എനിക്ക് കിട്ടിയൊരു പണിയും കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. എൻ്റെ കല്യാണ സമയത്ത് 1 മാസത്തിന് ഒരു ബായിനെ ആക്കിയിരുന്നു ഫാമിലേക്ക്. ആ സമയത്ത് ഒരു ഗീറിൻ്റെ പശു ഉണ്ടായിരുന്നു. ഞാൻ ഇണക്കി നല്ല അടിപൊളിയായിട്ട് കറവയൊക്കെ എടുത്തിരിക്കുന്ന ഒരു പശുവായിരുന്നു. ഭായി ഒറ്റ മാസം കൊണ്ട് ആ പശുവിനെ തൊഴിക്കുന്ന ഒഴിവാക്കി തന്നു. പിന്നീട് എനിക്ക് എന്നെ നിർത്താൻ പറ്റിയില്ല, ഒഴിവാക്കേണ്ടി വന്നു. രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് നേരെ മറൈൻ ഡ്രൈവ്, അവിടുന്ന് വാട്ടർ മെട്രോ എടുത്തു, നേരെ മട്ടാഞ്ചേരിക്ക് വിട്ടു. കായ്ക്കാൻ്റെ കടയിൽ പോയി ബിരിയാണി കഴിച്ചു. ഫുഡിന് ശേഷം മട്ടാഞ്ചേരിയൊക്കെ ഒന്ന് കറങ്ങി വീണ്ടും മറൈൻ ഡ്രൈവ് വന്നു. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അപ്പൻ്റെ നാട്ടിലേക്ക് നേരെ. നാളെ ഒരു ദിവസം പഴയ കുട്ടിക്കാല നൊക്ലാച്ചിയൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക്